ഇടതുകരമതിങ്കൽ ചേർത്ത കണ്ണാടി നോക്കി തൊടുകുറി മറുകൈയാൽ തൊട്ടുകൊണ്ടാർത്തമോദം കമുകിലധവലം കാലൂന്നി നിൽക്കുന്ന ദേവി ധവളവസനധാരി രക്ഷമാം യക്ഷിയമ്മേ. ഞാൻ സതീശൻ ഭട്ടതിരിപ്പാട്, ചെറിയനാട് കക്കാട്ട് എഴുന്തോലിൽ മഠം എന്നാണ് ഇല്ലപ്പേര്. എല്ലാ നേരം പ്രേക്ഷകർക്കും സാദരം നമസ്കാരം. ഇന്ന് യക്ഷി എന്ന സങ്കല്പത്തെപ്പറ്റി അല്പം വിചാരം ചെയ്യാം. കേരളത്തിലും ഭാരതത്തിലും സർവോപരി ലോകത്തെമ്പാടും ഇന്ന് യക്ഷിണി എന്ന ദേവതയെ എല്ലാ വിഭാഗക്കാരും ആരാധിക്കുന്നുണ്ട്. ആരാണ് യക്ഷി? എന്താണ് യക്ഷിണി സങ്കല്പം? ഇത് പൊതുവെ എല്ലാവരിലും ജനിക്കുന്ന ഒരു സംശയമാണ്. നിലവിലുള്ള യക്ഷി സങ്കല്പം എന്ന് പറയുന്നത് കുറച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വിഷയത്തെ ഒരു വിചാരം ചെയ്തു കഴിഞ്ഞാൽ അത് വികലമായ സങ്കല്പമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. നിലവിലുള്ള യക്ഷി സങ്കല്പം ഏതെങ്കിലും ഒരു പാലയുടെയോ പനയുടെയോ ചുവട്ടിൽ യക്ഷി നിൽക്കുകയും രാത്രി അതുവഴി പോകുന്ന ആൾക്കാരെ ഈ യക്ഷി വശീകരിക്കുകയും പനയുടെയോ മറ്റോ മുകളിലേക്ക് കൊണ്ടുപോയി ഈ ആൾക്കാരെ ഉപദ്രവിക്കുകയും അല്ലെങ്കിൽ വധിക്കുകയും ഒക്കെ ചെയ്യും എന്നാണ് പൊതുവേ ഒരു ധാരണ. വളരെ ഉപദ്രവകാരിയായിട്ടാണ് യക്ഷിണി സങ്കല്പത്തെ ഇന്ന് അറിയപ്പെടുന്നത്. വേറൊരു കഥയും നിലവിലുണ്ട്. ബ്രാഹ്മണാലയങ്ങളിലും കൊട്ടാരങ്ങളിലും ഏതെങ്കിലും ഒരു പതിവ്രതയായിരിക്കുന്ന സ്ത്രീ ഏതെങ്കിലും വഞ്ചനയാൽ മരിക്കുകയും ആ പ്രേതാത്മാവ് യക്ഷിണിയായിട്ട് പുനർജനിച്ച് തന്നെ ഉപദ്രവിക്കുവാൻ കാരണക്കാരായിരിക്കുന്ന ആൾക്കാരെ വധിക്കുകയും അല്ലെങ്കിൽ വധിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് അതിൽ നിന്നും രക്ഷ നേടുവാനായി ഒരു മന്ത്രവാദിയെ കാണുകയും ആ മന്ത്രവാദിയുടെ ഷഡ്കർമ്മങ്ങളിൽ ഏതെങ്കിലും ഒന്നുകൊണ്ട് ഈ യക്ഷിണിയെ വശീകരിക്കുകയും അല്ലെങ്കിൽ സ്തംഭിപ്പിക്കുകയും അല്ലെങ്കിൽ മാരണക്രിയകൾ ചെയ്തിട്ടും ഈ യക്ഷിയെ നശിപ്പിക്കുന്നു. ഇത് പൊതുവായ ഒരു കഥയാണ്. ഈ കഥ യാഥാർത്ഥ്യ ബോധത്തിലുള്ളതല്ല, മറിച്ച് വികലമായ ഒരു സങ്കല്പം ആണ്. ഒരു സ്ത്രീ മരിച്ചാൽ പ്രേതം എന്ന അവസ്ഥ മാത്രമേ ആകുകയുള്ളൂ. എന്നാൽ യക്ഷി എന്ന സങ്കല്പം അതല്ല. അതൊരു ദേവതാസങ്കല്പമാണ്, ദേവിയാണ്. ഇതിന് അനവധി ശാസ്ത്രങ്ങളുടെ തെളിവുകൾ ശാസ്ത്രകാരന്മാർ നിരത്തിയിട്ടുണ്ട്. വളരെ പ്രാചീനമായ ഒരു സങ്കല്പമാണ് യക്ഷി എന്നത്. യക്ഷി എന്ന പദം അല്ല ഉപയോഗിക്കേണ്ടത്, യക്ഷിണി എന്ന പദമാണ് ശരിയായിട്ട് ഉപയോഗിക്കേണ്ടത്. വടക്കേ ഇന്ത്യയിൽ ഈ യക്ഷിണി എന്ന പദത്തിന് പകരം ജക്ഷിണി എന്നാണ് ഉപയോഗിക്കുന്നത്. പ്രകൃത്യാരാധനയാണ് യക്ഷിണി എന്ന ദേവതയുടെ ആരാധനയ്ക്ക് അടിസ്ഥാനം. മഹാശില കാലഘട്ടത്തോളം
പഴക്കമുണ്ട് അമ്മ ദേവത ആരാധനാ സമ്പ്രദായങ്ങൾക്ക്. അമ്മ മാതാവാണ്. അളക്കാൻ പാടില്ലാത്തവൾ ആണ് അമ്മ. പ്രജനനത്തിന് കാരണം മാതാവാണ്. യക്ഷി എന്ന ദേവതാസങ്കല്പത്തെ അമ്മയായിട്ടാണ് ആരാധിക്കുന്നത്. പ്രകൃതി ഏതൊരു മനുഷ്യൻ്റെയും അമ്മയാണ്. അതിനാൽ തന്നെ യക്ഷിണി എന്ന ദേവതാരാധന അമ്മദേവതാ സങ്കല്പത്തോളം എത്തി നിൽക്കുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ ദേവതയെ എല്ലാവരും യക്ഷിയമ്മ എന്നാണ് വിളിക്കുന്നത്. മനുഷ്യൻ്റെ സ്വതന്ത്രമായ സംസ്കാരമാണ് മിത്ത് എന്ന് അറിയപ്പെടുന്നത്. പ്രാക്തന വിഭാഗത്തിൻ്റെ ചിന്തയുടെയും സാംസ്കാരികമായിരിക്കുന്ന പഠനത്തിൻ്റെയും പരിണത ഫലമാണ് മിത്തോളജി രൂപപ്പെടാനായിട്ട് കാരണം. പ്രസിദ്ധ നരവംശ ശാസ്ത്രജ്ഞനായ മലിനോസ്കി അഭിപ്രായപ്പെടുന്നു, ഏതൊരു മനുഷ്യൻ്റെയും സംസ്കാരം അത് ക്രോഡീകരിക്കപ്പെടുകയും തെളിയിക്കുകയും സാംസ്കാരികജന്യമായ ഒരു ജീവിത ശൈലി കെട്ടിപ്പടുക്കുന്നതിലും മിത്തോളജി വഹിച്ച പങ്ക് വളരെ അധികമാണ് എന്ന് പറയുന്നു. ഈ മിത്തോളജിയുടെ അടിസ്ഥാനത്തിൽ ആണ് പ്രകൃത്യാരാധന ഉടലെടുത്തിട്ടുള്ളത്. ഈ പ്രകൃത്യാരാധനയിൽ നിന്നുമാണ് യക്ഷിണി എന്ന ദേവതാ സങ്കല്പത്തെ എല്ലാവരും ആരാധിക്കുന്നത്. ഏണസ്റ്റ് കാസ്റ്റർ മുതലായ പ്രസിദ്ധ ശാസ്ത്രജ്ഞന്മാർ മിത്തോളജിയിലെ ഈ യക്ഷിണി സങ്കല്പത്തെക്കുറിച്ച് നന്നായി പഠിക്കുകയും അതിൻ്റെ ഫലങ്ങൾ എന്താണ് എന്നുള്ളതും ഗ്രന്ഥരൂപേണ നിർവഹിച്ചിട്ടുണ്ട്. മിത്തോളജിയുടെ അടിസ്ഥാനം പ്രകൃത്യാരാധന തന്നെ എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല. അവിടെ നിന്നുമാണ് അമ്മദേവത ആരാധന ഉടലെടുത്തത്. ആ അമ്മദേവത ആരാധനയിൽ ഏറ്റവും പ്രസിദ്ധിയാർജിച്ചതും ഏറ്റവും മനോഹരമായതും ഏറ്റവും സൗന്ദര്യധാമമായതും യക്ഷിണി ആരാധനയാണ് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അമ്മ ദേവതാരാധന എന്നു മുതൽ പ്രകൃതിയിൽ തുടങ്ങിയോ ആ കാലം മുതൽ തന്നെ യക്ഷിണി എന്ന ദേവതയെ ആരാധിക്കുവാൻ തുടങ്ങിയിട്ടുണ്ട്. പരേതാരാധന, വീരാരാധന, ദേവതാരാധന എന്ന 3 തരത്തിലുള്ള ആരാധനാ രീതികളാണ് പഴയ നാടോടി കഥകളിലും പ്രാക്തന വിഭാഗങ്ങളിലും ഉണ്ടായിട്ടുള്ളത്. ഇതിൽ 3ലും ഈ യക്ഷിണി ആരാധന ഉണ്ടായിരുന്നു എന്നാണ് ശാസ്ത്രജ്ഞന്മാരൊക്കെ തന്നെ പറഞ്ഞിരിക്കുന്നതും. ഒരു സ്ത്രീക്ക്, അതും പതിവ്രതയായിരിക്കുന്ന ഒരു സ്ത്രീക്ക് ഒരു വഞ്ചന നേരിടേണ്ടി വരികയും തന്നിമിത്തം ആ സ്ത്രീരത്നം ആത്മാഹുതി ചെയ്യുകയോ ഏതെങ്കിലും തരത്തിൽ മരിക്കാൻ ഇടവരികയോ ചെയ്യുന്നു. ഈ സ്ത്രീ അല്ലെങ്കിൽ ഈ സ്ത്രീയുടെ ആത്മാവ് പ്രേത ലോകത്തിലേക്കല്ല, മറിച്ച് ശിവലോകത്തിലേക്ക് എത്തുന്നു. ശിവനോട് ഈ പ്രേതാത്മാവ് താൻ നേരിടേണ്ടി വന്ന വഞ്ചനയെപ്പറ്റിയും ഒക്കെ പറയുകയും ശിവൻ ഇത് ശ്രീപാർവതിയെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ നടന്നത് ശരിയാണോ എന്നറിയാൻ. അങ്ങനെ ഈ പ്രേതാത്മാവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ശരിയാണ് എന്ന് ശ്രീപാർവതി ദേവിക്ക് ബോധ്യപ്പെടുകയും ശ്രീപാർവതി ദേവി ഇത് ശിവനെ അറിയിക്കുകയും
ചെയ്യുന്നു. ശിവൻ ശ്രീപാർവതീ ദേവിക്ക് ഉപദേശം കൊടുക്കുന്നു. ഇങ്ങനെ ഇവൾ മരിക്കാനിടയായാൽ അത് രൗദ്രകലയെ പ്രാപിക്കും. അതിനാൽ നീ രൗദ്ര ശാന്ത കലകളെ സ്വീകരിച്ച് ആ ആത്മാവിൽ കുടികൊള്ളണം. ആ ആത്മാവിൽ കുടികൊണ്ട് ഈ വഞ്ചന ചെയ്ത ആൾക്കാരിൽ പ്രതികാരം ചെയ്ത് രൗദ്രകലയെ മാറി ശാന്തകലയെ പ്രാപിച്ച് ദേവതയായി നീ കുടികൊള്ളണം എന്ന് ശിവൻ പാർവതിയോട് പറയുകയും അതിനാൽ പാർവതി ഈ പ്രേതാത്മാവിൽ ആവേശിച്ച് പ്രതികാരം തീർക്കുകയും പിന്നീട് ശാന്തഭാവത്തെ പുൽകി ദേവതയായി നിലകൊള്ളുകയും ചെയ്യുന്നു എന്ന് ശാസ്ത്രകാരന്മാരെല്ലാവരും തന്നെ പറഞ്ഞിരിക്കുന്നു. ഇതുതന്നെ നാടോടി കഥകളിലും തിരുവിതാംകൂറിൽ പ്രചരിച്ചിരിക്കുന്ന വില്ലടിച്ചാൻ പാട്ട് മുതലായ പാട്ടിലും ചരിതമായി പറയുന്നുണ്ട്. തിരുവിതാംകൂറിലെല്ലാം തന്നെ മേലാങ്കോട്ട് യക്ഷി, മുപ്പന്തൽ യക്ഷി, കള്ളിയാങ്കാട്ട് നീലി, പിന്നെ കേരളത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അനവധി ക്ഷേത്രങ്ങളിലും അനവധി ബ്രാഹ്മണാലയങ്ങളിലും ബ്രാഹ്മണേതരമായിരിക്കുന്ന ഗൃഹങ്ങളിലും എല്ലാം തന്നെ ഈ യക്ഷിണി സങ്കല്പങ്ങൾ ഈ രീതിയിൽ ദേവതയായിട്ട് ആരാധിക്കുന്നു. പ്രേതാത്മാവല്ല യക്ഷിണി സങ്കല്പം, ദേവത തന്നെയാണ്. യോഗിനിയായിട്ടാണ് ഈ യക്ഷിണിയെ തന്ത്രശാസ്ത്രം പറയുന്നത്. ശ്രീപാർവതിക്ക് ശിവനിലേക്കുണ്ടായ അനുരാഗം നിമിത്തം ഉണ്ടായ ദേവതാ സങ്കല്പങ്ങളാണ് യക്ഷിണി എന്ന് പറയുന്നു. അമരകോശം മുതലായ ഗ്രന്ഥങ്ങളിൽ അർദ്ധദേവതകളായിട്ടാണ് പറയുന്നത്. ദേവലോകത്തിൽ 10 തരത്തിലുള്ള ഉപദേവതാ വിഭാഗങ്ങളുണ്ട്. യക്ഷൻ, കിന്നര, ഗന്ധർവ മുതലായ 10 വിഭാഗങ്ങളുണ്ട്. അതിൽ യക്ഷ എന്ന വിഭാഗത്തിലാണ് യക്ഷിണി എന്ന ദേവതയെ ഉള്ളത്. യജ്ഞങ്ങളെ രക്ഷിക്കുക, ഇതായിരുന്നു യക്ഷിണി എന്ന ദേവതയുടെ ധർമ്മം. ദേവലോകത്തിൽ കലകളുടെയൊക്കെ അധിഷ്ഠാന ദേവതകളെ 3ആയിട്ട് തിരിച്ചിരിക്കുന്നു. നൃത്ത, ഗീത, വാദ്യ കലകളാണ് അവ. നൃത്തത്തിന് യക്ഷനും യക്ഷിണിയും, ഗീതത്തിന് ഗന്ധർവനും അപ്സരസും, വാദ്യത്തിന് കിന്നരനും കിന്നരിയും. ഈ 3 വിഭാഗം അർദ്ധദേവതകളും ദേവലോകത്തിൽ കലകളെക്കൊണ്ട് സമ്പുഷ്ടമാക്കുന്നവരാണ്. ഇവർ യോഗിനികളുമാണ്. ഇവർ മൈഥുന സങ്കല്പത്തിലുള്ള അർദ്ധദേവതകളും ആണ്. ഇങ്ങനെ ദേവതയായിട്ടാണ് തന്ത്രശാസ്ത്രവും എല്ലാ തരത്തിലുള്ള ശാസ്ത്രങ്ങളും യക്ഷിണിയെ പറയുന്നത്. പ്രേത ആരാധനയുമായിട്ടല്ല ശരിക്ക് യക്ഷിണിക്ക് ബന്ധം എന്ന ശാസ്ത്രകാരന്മാരെല്ലാവരും തന്നെ പറയുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിലെ എന്നല്ല, ഭാരതത്തിലെയും ഒട്ടുമിക്ക സ്ഥലങ്ങളിലും യക്ഷിണിയെ ആരാധിക്കുന്നത് ദേവതയായിട്ടാണ് എന്ന് നാം മനസ്സിലാക്കാതെ പോകരുത്. യക്ഷിണി എന്ന സങ്കല്പം ദേവതാ ചൈതന്യം തന്നെയാണ്. എന്നാൽ മുമ്പ് ഒരു വിഷയം സൂചിപ്പിച്ചു. ഒരു പ്രേതാത്മാവ് എങ്ങനെ യക്ഷിണിയായി രൂപാന്തരപ്പെടും എന്ന് സൂചിപ്പിച്ചു. ശ്രീപാർവതി എന്ന ദേവതയുടെ ചൈതന്യം
ഈ പ്രേതാത്മാവിൽ ആവേശിച്ച് അതിദേവതയായി മാറുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രേതാത്മാവ് ദേവതയാണ് എന്ന് പറയുന്നത്. ധർമ്മത്തിൽ അധിഷ്ഠിതമാണ് ആ പതിവ്രതയുടെ അല്ലെങ്കിൽ മരിച്ച ആ കന്യകയുടെ ജീവിതം. അതിനാൽ ഈ പ്രേതാത്മാവ് ദേവീ ചൈതന്യം കൊണ്ട് അല്ലെങ്കിൽ ദേവീ ചൈതന്യത്തിൻ്റെ സ്പർശനം കൊണ്ട് ദേവതയായിട്ട് രൂപാന്തരപ്പെടുകയാണ്. ഇതിലുണ്ടായിരുന്ന രൗദ്രകലകൾ, അതായത് പ്രതികാരം ചെയ്യുവാൻ വേണ്ട രൗദ്രകലകൾ ആദിത്യമണ്ഡലത്തിലേക്ക്, അതായത് ശിവമണ്ഡലത്തിലേക്ക് ഗമിക്കുകയും ചന്ദ്രമണ്ഡലമായിരിക്കുന്ന ദേവീ മണ്ഡലത്തിലേക്ക് ഇതിൻ്റെ ശാന്തകല അല്ലെങ്കിൽ അനുഗ്രഹകല മാറുകയും അത് ദേവതയായിട്ട് മാറുകയും ചെയ്യുന്നു എന്നാണ് ശാസ്ത്രങ്ങളെല്ലാം തന്നെ പറയുന്നത്. അതുകൊണ്ട് ഈ പ്രേത എന്ന ആ വിഷയം ദേവത ചൈതന്യത്തിനോട് സ്പർശമായിരിക്കുന്നത് കൊണ്ട് ഇത് ദേവത തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയുവാൻ സാധിക്കും. ശിവ പാർവതി സങ്കല്പങ്ങളിൽ നിന്നുമാണ് ഭാരതത്തിലെ എല്ലാ ദേവതാ സങ്കല്പങ്ങളുടെയും ഉത്ഭവം എന്ന് ശാസ്ത്രങ്ങളെല്ലാം തന്നെ പറയുന്നു. ദേവലോകത്തിൽ ഈ ശിവപാർവതിമാർ തന്നെ അർദ്ധദേവതകളായി നൃത്ത ഗീത വാദ്യ കലകൾക്ക് അവതാരമെടുത്തതാണ് ഈ യക്ഷിണി, ഗന്ധർവ, അപ്സരസ്, കിന്നര, കിന്നരിമാരായിട്ട് വരുന്നത്. ഇതിൽ യക്ഷനും യക്ഷിയും ആ സങ്കല്പം തന്നെയാണ് ഭൂമിയിലെ യക്ഷിണിയായിട്ട് ആരാധിക്കപ്പെടുന്നത്. ശിവപാർവതിമാരുടെ ആ മേളനത്തിൽ നിന്നും ഉത്ഭൂതമായിരിക്കുന്ന ഒരു അർദ്ധദേവതാ സങ്കല്പമായിട്ടാണ് ഭൂമിയിൽ അവതരിക്കപ്പെടുന്ന യക്ഷിണിയായിട്ട് മാറുന്നത് എന്ന് പറയുന്നു. ഇത് തന്നെയാണ് ഒരു സ്ത്രീയിൽ അല്ലെങ്കിൽ ഒരു പതിവ്രതയായിരിക്കുന്ന ഒരാളിൽ ആവേശിക്കുന്നത്. പതിവ്രതയായിരിക്കുന്ന ഈ സ്ത്രീയും കന്യകയും ഒക്കെ തന്നെ ശക്തിയായിട്ടാണ് ഭൂമിയിൽ ആരാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭൂമിയിലെ ആരാധിക്കുന്ന യക്ഷിണീ സങ്കല്പവും ദേവലോകത്തിൽ ആരാധിക്കുന്ന ശക്തിയാത്മകമായിരിക്കുന്ന ഈ പാർവതീ സങ്കല്പവും ഒന്ന് തന്നെയാണ് എന്ന് ശാസ്ത്രഗ്രന്ഥങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. ശിവൻ പുരുഷനാണ്, ശക്തി പ്രകൃതിയാണ്, അല്ലെങ്കിൽ പാർവതി പ്രകൃതിയാണ്. അതുകൊണ്ട് തന്നെ പ്രകൃത്യാത്മകമായിരിക്കുന്ന ആരാധനയ്ക്ക് യക്ഷിണീ സങ്കല്പങ്ങൾ വളരെ പ്രാധാന്യമർഹിക്കുന്നു. ആ യക്ഷിണി തന്നെയാണ് ഇവിടെയുള്ള പരിമിത ബോധത്തിലുള്ള മനുഷ്യൻ്റെ ശക്തി എന്ന് പറയുന്നുണ്ട്. ഭാരതത്തിൽ മാത്രമല്ല, ലോകത്തെമ്പാടും തന്നെ ഈ യക്ഷിണികളെ സമുചിതമായിട്ട് ആരാധിച്ചിരുന്നു. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലും ജർമ്മനിയിലും ആഫ്രിക്കയിലും ചൈനയിലും അവിടുത്തെ വുഡു ആൾക്കാരിലും ജപ്പാനിലും സർവോപരി നേപ്പാളിലാകമാനവും ഒക്കെ ഈ യക്ഷിണിയുടെ ആരാധനകളുണ്ടായിരുന്നു. അവിടെയൊക്കെ തന്നെ പ്രാദേശികമായ പല നാമങ്ങളിലുമാണ് യക്ഷിണികളെ അവതരിപ്പിക്കുന്നത്. വുഡു രാജവംശക്കാർ ഏറ്റവും കൂടുതൽ യക്ഷിണി ആരാധനക്കാരായിരുന്നു എന്ന് പറയുന്നുണ്ട്. ബ്ലാക്ക് പെപ്പർ എന്ന് അറിയപ്പെടുന്ന ഒരു യക്ഷിണിയെ കേരളത്തിലെ ബാലപ്രദ യക്ഷിണി എന്ന ദേവതയുമായിട്ട് കൂടുതൽ സാമ്യപ്പെടുത്തുവാനായിട്ട് സാധിക്കും. കുഴൽ ഊതി കുട്ടികളെ ആകർഷിച്ച് വെള്ളത്തിൽ മുക്കിക്കൊല്ലുന്ന ഒരു ദേവതയായിരുന്നു അത്രേ ബ്ലാക്ക് പെപ്പർ. ഇത് വശീകരണ സ്വഭാവമുള്ള ഒരു യക്ഷിണിയായിട്ട് കേരളത്തിൽ കാണുവാൻ സാധിക്കും.
ഭാരതത്തിലെമ്പാടും ഈ യക്ഷിണികളെ പല പേരുകളിലും പല ആചരണങ്ങളിലും ആചരിച്ചു എന്നുള്ളതിന് അനവധി തെളിവുകളുണ്ട്. കേരളത്തിൽ പൊതുവെ യക്ഷിണി എന്ന ആരാധന സമുചിതമായിട്ട് ക്ഷേത്രങ്ങളിലും കൊട്ടാരങ്ങളിലും ബ്രാഹ്മണാലയങ്ങളിലും ആണ് കണ്ടുവരുന്നത്. അവിടെയുള്ള യക്ഷിണികളെല്ലാം തന്നെ രണ്ട് ഭാവങ്ങളിലാണ് കണ്ടുവരുന്നത്. പൊതുവേ യക്ഷിണിമാർക്ക് രണ്ട് ഭാവങ്ങളാണ് ഉള്ളത്: ശാന്തം, രൗദ്രം. ശാന്തകലയും രൗദ്രകലയും. ശാന്തകല അനുഗ്രഹവും രൗദ്രകല നിഗ്രഹവുമത്രേ. ശാന്തകലയിൽ ആരാധിക്കപ്പെടുന്ന യക്ഷിണി വിഭാഗങ്ങളെല്ലാം തന്നെ സാത്വിക രജോ ഗുണങ്ങൾ ഉള്ളതാണ്. എന്നാൽ രൗദ്രഭാവങ്ങളിൽ ആരാധിക്കപ്പെടുന്ന യക്ഷിണികളെല്ലാം തമോ ഗുണക്കാരാണ് എന്നും പറയുന്നുണ്ട്. ഈ രണ്ട് രീതിയിലാണ് യക്ഷിണികളുടെ സ്വഭാവങ്ങളെയും ചിത്രീകരിച്ചിരിക്കുന്നത്. കേരളത്തിൽ പൊതുവേ സുന്ദരയക്ഷി എന്ന ദേവതയ്ക്കാണ് പ്രാധാന്യം കൂടുതൽ കണ്ടുവരുന്നത്. ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ സുന്ദരയക്ഷിയെയാണ് കൂടുതൽ ആരാധിക്കപ്പെടുന്നത്. ഈ യക്ഷിണിയുടെ കൂടെ ചിത്രസേനൻ അല്ലെങ്കിൽ ചിത്രരഥൻ അല്ലെങ്കിൽ കാമൻ എന്ന പേരിൽ ഒരു ഗന്ധർവനെയും കൂടി ആരാധിക്കുന്നുണ്ട്. ഈ യക്ഷിണികളുടെ പൂജാവിധാനങ്ങളെല്ലാം തന്നെ തന്ത്രശാസ്ത്രത്തിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. തന്ത്രശാസ്ത്രം എന്നത് വളരെ വിശാലമായ ഒരു ശാസ്ത്രശാഖയാണ്. വേദം, തന്ത്രം എന്ന രണ്ട് ജ്ഞാനോപാധികളായിരുന്നു ഭാരതത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ തന്ത്രശാസ്ത്രത്തിൽ ഈ യക്ഷിണികളെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. 64 തരത്തിൽ തന്ത്രഗ്രന്ഥങ്ങളെ പറയുന്നു. അതിൽ ത്രോതലം, ത്രോതലോത്തരം എന്നീ രണ്ട് ഗ്രന്ഥങ്ങളിൽ 64,000 യക്ഷിണികളെപ്പറ്റി പറയുന്നുണ്ട്. കിങ്കിണി തന്ത്രം, മന്ത്രമഹാർണവം മുതലായ അനവധി തന്ത്രഗ്രന്ഥങ്ങളിലും യക്ഷിണികളെ പറയുന്നുണ്ട്. മന്ത്രമഹാർണവം എന്ന ഗ്രന്ഥത്തിൽ വിചിത്ര, വിഭ്രമ മുതലായ 32 യക്ഷിണികളുടെ പൂജാവിധാനം തന്നെ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. എങ്കിലും താന്ത്രികമായ ആരാധനകളേക്കാൾ കൂടുതൽ പ്രചാരം അതാത് പ്രദേശങ്ങളിൽ ആരാധിക്കുന്ന ചെറിയ ചെറിയ ആരാധനാ സമ്പ്രദായങ്ങളിലാണ് യക്ഷിണികളെ കണ്ടുവരാറ് പതിവ്. ഈ യക്ഷിണികളെല്ലാം തന്നെ നമുക്ക് സമ്പത്തും ഐശ്വര്യവും കുടുംബ സൗഖ്യവും ഒക്കെ പ്രദാനം ചെയ്യും എന്ന് പറയുന്നുണ്ട്. കേരളത്തിലാകമാനം ആചരിക്കുന്നത് സുന്ദരയക്ഷിണിയാണ് എന്ന് മുമ്പേ പറഞ്ഞു. ശ്രീപാർവതി ശിവനെ വശീകരിക്കുവാൻ വേണ്ടി സുന്ദരിയായി പോയതിൻ്റെ യോഗിനി ഭാവമാണ് സുന്ദരയക്ഷി എന്ന് ത്രോതലോത്തരം മുതലായ ഗ്രന്ഥങ്ങളിൽ പരാമർശിച്ച് കാണുന്നു. മുമ്പ് പറഞ്ഞു, ശാന്തം, രൗദ്രം എന്നീ രണ്ട് കലകളിലാണ് യക്ഷിണികൾ ആരാധിക്കപ്പെടുന്നത്. അതിൽ ശാന്തകലയിലാണ് ഈ സുന്ദരയക്ഷിണി വരുന്നത്. എങ്കിലും ചില സ്ഥലങ്ങളിൽ ഈ ദേവതയെ രൗദ്രഭാവങ്ങളിലും ആരാധിക്കുന്നുണ്ട്. രൗദ്രഭാവങ്ങളിൽ ആരാധിക്കുന്ന ഈ ദേവതയ്ക്ക് നിവേദ്യങ്ങളും പുഷ്പങ്ങളും ഒക്കെ വേറെ വേറെ തന്നെയാണ്.
രൗദ്രഭാവങ്ങളിൽ ആരാധിക്കുന്ന ഈ ദേവതയ്ക്ക് ഗുരുതി മുതലായ നിവേദ്യങ്ങളും വറപൊടിയിൽ കുരുമുളക് ചേർത്തിട്ടും ആണ് നിവേദിക്കുന്ന പതിവ്. ശാന്തകലയിലുള്ള സുന്ദരേക്ഷിക്ക് വറപൊടിയിൽ നാളികേരം, ശർക്കര, കദളിപ്പഴം ഇവ മാത്രവും, ഇളനീര് അതായത് കരിക്ക്, താമ്പൂലം ഇവയുമാണ് നിവേദിക്കാറ് പതിവ്. ഈ സുന്ദരേക്ഷിക്ക് ഇടത്ത് കൈയിൽ കണ്ണാടി നോക്കിയിട്ട് വലത് കൈയിൽ പൊട്ട് തൊട്ട് കമുകിൽ ചാരി നിൽക്കുന്നതായ രൂപമാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് ശാന്തരസത്തിലും രൗദ്രരസത്തിലും ഇത് തന്നെയാണ് എന്ന് പക്ഷേ ചില സ്ഥലങ്ങളിൽ രൗദ്രഭാവത്തിലുള്ള ഈ ദേവതയ്ക്ക് കാളി ദേവതയോട് ഒരു സാരൂപ്യവും ശാന്തകലയിലുള്ള സുന്ദരേക്ഷിക്ക് ശ്രീപാർവതി കലയോട് സാമീപ്യവും ഉണ്ട് എന്ന് പറയുന്നു. ശാന്തകലയിലുള്ള ഈ ദേവിക്ക് വെളുത്ത വസ്ത്രവും രൗദ്രകലയിലുള്ള ഈ ദേവിക്ക് ചുവന്ന വസ്ത്രവുമാണ് ധരിക്കാറ് പതിവ്. ശത്രു സംഹാരമൂർത്തിയായിട്ടും ഈ ദേവത പ്രത്യക്ഷപ്പെടാറുണ്ട്, അനുഗ്രഹദായിയായിട്ടും പ്രത്യക്ഷപ്പെടാറുണ്ട്. കേരളത്തിലും കർണാടകത്തിലും തമിഴ്നാട്ടിലും മിക്ക ക്ഷേത്രങ്ങളിലും ഈ യക്ഷിണി പ്രതിഷ്ഠ പ്രധാന ദേവതയായിട്ടോ ഉപദേവതയായിട്ടോ കാണുവാനായിട്ട് സാധിക്കും. പ്രധാന ദേവതയായിട്ട് കേരളത്തിൽ 17ഓളം ക്ഷേത്രങ്ങൾ ഉണ്ട് എന്നാണ് അറിവ്. ഉപദേവത ആയിട്ട് 180ഓളം ക്ഷേത്രങ്ങളിൽ ഉണ്ട് എന്നാണ് അറിവ്. ഇവിടങ്ങളിലെല്ലാം തന്നെ ഈ യക്ഷിണികളെ ആരാധിക്കുന്നു വിധത്തിൽപ്പെട്ട ഭക്തജനങ്ങളും. ഈ സുന്ദരേക്ഷി എന്ന ദേവതയെ രൗദ്രമായിട്ടും ശാന്തമായിട്ടും ആരാധിക്കുന്നു എന്ന് മുൻപ് സൂചിപ്പിച്ചു. അതിൽ ചുവന്ന വസ്ത്രം ധരിച്ചിട്ട് കാണുന്നത് രൗദ്രകലയായിട്ടും വെളുത്ത വസ്ത്രം ധരിച്ച് കാണുന്നത് ശാന്തകലയായിട്ടും ആണ് പറഞ്ഞു വരുന്നത്. ശാന്തകലയിലുള്ള ദേവതയെ ആരാധിച്ചാൽ കുടുംബത്തിലെ ഐശ്വര്യം, അഭിവൃദ്ധി, ധനധാന്യ സമ്പദ് ലബ്ധികളും അതേപോലെ തന്നെ ഐക്യവും ഉണ്ടാവുകയും സൗന്ദര്യാത്മകമായ എന്തിനേയും അതിൻ്റെ രീതിയിൽ കാണുവാനും രോഗദുരിതാദികളിൽ നിന്ന് രക്ഷ നേടുവാനും കഴിയും എന്ന് പറയുന്നു. രൗദ്ര കലയിലുള്ള ഈ ദേവതയെ ആരാധിക്കുമ്പോൾ അത് ശത്രു സംഹാരമൂർത്തിയായിട്ടും രോഗദുരിതാദികളിൽ നിന്ന് രക്ഷ നേടി ലോകത്തെ മുഴുവനും രക്ഷിക്കുന്ന ദേവതയായിട്ടും മാറുന്നു. ഇങ്ങനെ രണ്ട് രീതിയിലും ആരാധിക്കുന്ന സമ്പ്രദായമുണ്ട്. രണ്ടിലും രണ്ട് ഫലസിദ്ധികളുമാണ് ഉള്ളത്. കേരളത്തിലാകമാനം തന്നെ ഈ യക്ഷിണീ സങ്കല്പങ്ങളെ ഉപദേവതയായിട്ട് പ്രധാന ദേവതയായിട്ടും ആരാധിക്കുന്നു. ഉപദേവതയായിട്ടും പ്രധാന ദേവതയായിട്ടോ ഉള്ള ക്ഷേത്രങ്ങളിൽ പോയി ആ ഭഗവതിക്ക് അതാത് സങ്കല്പത്തിൽ ഉള്ള വഴിപാടുകൾ ചെയ്താൽ ഏറ്റവും നല്ല രീതിയിലുള്ള ഫലസിദ്ധി ഉണ്ടാവും എന്ന് അനുഭവങ്ങളെല്ലാം പറയുന്നുണ്ട്. ശാന്തകലയിലുള്ള ദേവതയ്ക്ക് ഇളനീര്, താമ്പൂലം, വറപൊടി മുതലായ
വഴിപാടുകൾ കഴിക്കുന്നതിനോടുകൂടി ധനധാന്യ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ രൗദ്രകലയിലുള്ള ദേവതയെ ആരാധിക്കുന്നതിനോടുകൂടി ശത്രു സംഹാരങ്ങളും ഒക്കെ നടക്കും എന്ന് ശാസ്ത്രഗ്രന്ഥങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. ഈ ദേവതമാരുടെ ആരാധന സമ്പ്രദായം തന്നെ 2 രീതിയിലാണ് തന്ത്രശാസ്ത്രം അവതരിപ്പിക്കുന്നത്. ഇതിൽ മൂലമന്ത്രങ്ങൾക്കും ധ്യാന ശ്ലോകങ്ങൾക്കും ഒക്കെ തന്നെ വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ ശ്രീപാർവതി, ദുർഗ, കാളി മുതലായ ദേവതമാരെ എല്ലാവരെയും തന്നെ നാം ആരാധിക്കുന്നുണ്ട്. എന്നാൽ ഈ യക്ഷിണി ആരാധനയിൽ ക്ഷണമുക്തിയാണ് ഉണ്ടാവുക എന്ന് പറയും. അതായത് ഈ ഭഗവതിയെ ആരാധിച്ചാൽ തന്നെ അല്ലെങ്കിൽ സ്മരിച്ചാൽ തന്നെ നമുക്ക് ഫലസിദ്ധി കൈവന്നു എന്നാണ് പറയുക. ക്ഷിപ്രപ്രസാദിയാണ് ഈ യക്ഷിണി. സുന്ദരയക്ഷി എന്ന ഈ ദേവതയെ നാം ആരാധിക്കുക വഴി ലോകജനതയ്ക്ക് മുഴുവനും ഐശ്വര്യവും അഭിവൃദ്ധിയും അതിലുപരി നമുക്ക് ശാന്തിയും സമാധാനവും സമ്പത്തും കൈവരും എന്ന് പറയുന്നു. കാരണം ഈ യക്ഷിണി യക്ഷൻ എന്ന കുബേരൻ്റെ ഭാര്യയാണ്. യക്ഷൻ എന്നാൽ വൈശ്രവണൻ ആണ്, ധനത്തിൻ്റെ അധിപൻ. അതിനാൽ തന്നെ ധനധാന്യ സമൃദ്ധിയാണ് ഈ യക്ഷിണിയുടെ ആരാധനയുടെ ലക്ഷ്യം എന്ന് പറയുന്നു. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഈ യക്ഷിണികളെ ആരാധിക്കുന്നത് ഓരോരോ ഉപാധികളിലാണ്. ഒഴുക്കുശിലകൾ, കണ്ണാടി ബിംബങ്ങൾ, സാകാര ശില, ദാരുബിംബങ്ങൾ മുതലായവയിലാണ് ആരാധിക്കുന്നത്. എന്നാൽ കുറച്ചുകൂടി പ്രാചീനമായിട്ട് ചിന്തിച്ചാൽ പാല, ഇലഞ്ഞി, ചമ്പകം മുതലായ വൃക്ഷങ്ങളുടെ ചുവട്ടിലും ഈ യക്ഷിണികളെ ആരാധിച്ചിരുന്നു. ഒഴുക്കുശിലകളിലാണ് യക്ഷിണികളെ കൂടുതൽ സ്ഥലങ്ങളിൽ ആരാധിച്ച് കണ്ടുവരുന്നത്. എന്നാൽ മധ്യ തിരുവിതാംകൂറിലെ മാവേലിക്കര, പുതിയകാവ്, കായംകുളത്തിനടുത്തുള്ള എരുവ, കോട്ടയത്ത് ഓണംതുരുത്ത്, പത്തനംതിട്ട ജില്ലയിൽ ഓതറ, ഇങ്ങനെ അനവധി ക്ഷേത്രങ്ങളിൽ സാകാര ബിംബമായിട്ട് ആരാധിച്ച് കണ്ടുവന്നിട്ടുണ്ട്. അവിടെയൊക്കെ തന്നെ പ്രതിഷ്ഠയായിട്ടുമാണ് ചെയ്ത് കണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ ചില സ്ഥലങ്ങളിൽ രൂപങ്ങളൊന്നുമില്ലാത്ത ചില ശിലകളിൽ മാത്രം, പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ചില ശിലകളിൽ മാത്രം ആരാധിച്ചിരുന്നു. പുഴയിൽ നിന്നോ കടലിൽ നിന്നോ തടാകങ്ങളിൽ നിന്നോ എടുത്ത ഒഴുക്കുശിലകളിലും ആരാധിച്ചിരുന്നു. അങ്ങനെയുള്ള ഒരു ഒഴുക്കുശിലയിലാണ് ഞങ്ങളുടെ ഇല്ലത്തെ പരദേവതാ ക്ഷേത്രമായ കടവറാക്കാവ് ക്ഷേത്രത്തിൽ ഇങ്ങനെയുള്ള ഒഴുക്കുശിലയിലാണ് ആ യക്ഷിയമ്മയെ ആരാധിച്ച് വരുന്നത്. ശൈലി ദാരുമയീ ലൗഹി ലേപ്യ ലേഖ്യാച്ച സൈഗതി മനോമയീ മണിമയീച്ച പ്രതിമാഷ്ടവിധൗ പുനാ എന്ന് പ്രമാണം പറയുന്നുണ്ട്. ശിലയിൽ ആരാധിക്കാം, ദാരുവിൽ ആരാധിക്കാം, തടിയിൽ ആരാധിക്കാം, ലോഹങ്ങളിൽ ആരാധിക്കാം, ലേപനബിംബങ്ങളിൽ ആരാധിക്കാം. അങ്ങനെയുള്ള ലേപനബിംബങ്ങളിലും കർണാടകയിലെ ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. ലേഖനം, ചുവർച്ചിത്രം, കളവെഴുത്തുംപാട്ട്, അതൊക്കെ ഈ ലേഖന ബിംബങ്ങളാണ്. അങ്ങനെയുള്ള ലേഖന ബിംബങ്ങളിലും ആരാധിക്കാം. കേരളത്തിലെ അനവധി ചുവർച്ചിത്രങ്ങളിൽ യക്ഷി എന്ന ഈ ദേവത സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഗുരുവായൂർ, മമ്മിയൂർ, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം,
മുതലായ അനവധി ക്ഷേത്രങ്ങളിൽ ഈ സുന്ദരേക്ഷിയുടെ ചുവർ ചിത്രങ്ങളുണ്ട്. പുണ്ടരീകപുരം മുതലായ ക്ഷേത്രങ്ങളിൽ യക്ഷിണികളുടെ ചുവർ ചിത്രമുണ്ട്. മണ്ണിൽ ആരാധിക്കുന്നുണ്ട്. രാമേശ്വരത്തിനടുത്ത് ഒരു ക്ഷേത്രത്തിൽ ഇതേപോലെ മണ്ണ് കൂട്ടിയിട്ട് മണ്ണിൽ ആരാധിക്കുന്ന ഒരു സമ്പ്രദായവും മൺബിംബം, മൃണ്മയമായിരിക്കുന്ന ബിംബം, അതിലും ആരാധിക്കുന്ന ഒരു സമ്പ്രദായം കണ്ടിട്ടുണ്ട്. മനസ്സിൽ ആരാധിക്കുക. യക്ഷിണിക്കൊരു മാനസോപചാര പൂജ ഉണ്ട്. അത് ഈ യക്ഷിണി കൽപ്പം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിനകത്ത് യക്ഷിണിയുടെ മാനസ പൂജയെ പറയുന്നുണ്ട്. അങ്ങനെ മാനസ പൂജയായിട്ട് ചെയ്യുന്ന രീതിയുണ്ട്. രത്നങ്ങളിൽ ആരാധിക്കുന്നു. രത്നങ്ങളിൽ പവിഴം എന്ന രത്നത്തിലും പിന്നീട് വൈഡൂര്യത്തിലുമാണ് യക്ഷിണിയെ ആരാധിക്കുന്ന പതിവ്. ഇത് കാസർഗോഡ് ഒരു രാജ കുടുംബാംഗം ഇപ്പോഴും ആരാധിക്കുന്നു എന്ന് കേട്ടറിവും ഉണ്ട്. ഇങ്ങനെ അനവധി ഉപാധികളിൽ ഈ യക്ഷിണികളെ കേരളത്തിലും കേരളത്തിന് പുറത്തും ആരാധിക്കുന്ന സമ്പ്രദായമുണ്ട്. ആസാമിലെ കാമാഖ്യ എന്ന ക്ഷേത്രത്തിൽ അതിൻ്റെ ആ നീലപർവ്വതത്തിൻ്റെ താഴ്വാരത്തിൽ ഒരു ജക്ഷിണിയുടെ ക്ഷേത്രമുണ്ട്. അവിടെ ബിംബമായിട്ടാണ് കണ്ടിട്ടുള്ളതും. ബൗദ്ധ ജൈന ദർശനങ്ങളിലെല്ലാം തന്നെ ഈ സാകാര ബിംബാരാധന യക്ഷിണികൾക്ക് കണ്ടുവന്നിട്ടുമുണ്ട്. ഏതാണ്ട് 460 വർഷമായിട്ട് യക്ഷിണിയുടെ ആരാധനയുണ്ട്. ഞങ്ങൾ ശരിക്ക് ശുഗപുരം ഗ്രാമക്കാരായിരുന്നു എന്നാണ് പറയുന്നത്. മാവേലിക്കര ആസ്ഥാനമായിട്ടുള്ള മാടത്തിൻകൂർ ഗോദവർമ്മൻ രാജാവ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ശുഗപുരം ഗ്രാമത്തിൽ നിന്നും ഒരു കക്കാട് ഇല്ലത്തെ വാസുദേവൻ ഭട്ടതിരി എന്ന ആളിനെ ഇവിടെ യക്ഷിണിയെ ആവാഹിക്കുവാനായിട്ട് കൊണ്ടുവന്നതാണെന്നും ആ യക്ഷിണിയുടെ രൗദ്രകലയെ മാറ്റി ശാന്തകലയെ ആവാഹിച്ച പരദേവതയായിട്ട് വാഴിച്ചോളാം എന്നും ആണ് അന്നൊരു പ്രതിജ്ഞയെടുത്ത് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ ആവാഹിച്ച് കൊണ്ടുവന്ന ഭഗവതി ഇവിടെ കടവിൽ ഇറങ്ങി കുളിച്ച് ഇവിടുത്തെ ഒരു മുത്തശ്ശന് ദർശനം നൽകിയ ക്ഷേത്രമാണ്. അതുകൊണ്ടാണ് കടവറാക്കാവ് എന്ന ഈ സ്ഥലത്തിനും പേര് വരാൻ തന്നെ കാരണം എന്ന് പറയുന്നുണ്ട്. ഞങ്ങളുടെ പാരമ്പര്യമെല്ലാം തന്നെ ശ്രീവിദ്യാ സമ്പ്രദായവും ഈ യക്ഷിണിയുടെ ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. സുന്ദരേക്ഷി എന്ന ഈ ദേവി അനവധി ആൾക്കാർക്ക് ദർശനം കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ ഇല്ലത്തെ മുത്തശ്ശന്മാർക്കും ഇങ്ങനെ പല ദർശനങ്ങൾ കിട്ടിയതായിട്ട് കേട്ടുകേഴ്വിയുണ്ട്. ഈ നാട്ടിലെ പല ആൾക്കാർക്കും യക്ഷിണി എന്ന ഈ ദേവി ദർശനം കൊടുത്തതായിട്ടും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിലുപരി എൻ്റെ ഗുരുനാഥനായ ബ്രഹ്മശ്രീ കക്കാട് വാസുദേവൻ നമ്പൂതിരിപ്പാടിന് ഒരിക്കൽ യക്ഷിണി എന്ന ഈ ദേവി ദർശനം കൊടുത്തതായിട്ട് അദ്ദേഹം പറയുകയും ആ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ചിത്രം യക്ഷിണി ദേവിയുടെ വരയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഒറ്റ രാത്രി കൊണ്ട് വരച്ചെടുത്തതാണ് അത്. ഏകദേശം വെളുപ്പിനെ 2:30 ആയപ്പോൾ അദ്ദേഹത്തിന് ഒരു സ്വപ്ന ദർശനം എന്നുള്ള നിലയിൽ ഭഗവതി ദർശനം കൊടുക്കുകയും അപ്പോൾ തന്നെ അദ്ദേഹം വിളക്ക് കത്തിച്ച് ഉദയത്തിന് മുമ്പേ തന്നെ ഈ ചിത്രം തീർക്കുകയും ചെയ്തു. അതെനിക്ക് അദ്ദേഹം തരികയും ചെയ്തു എന്നുള്ളത് ഇപ്പോൾ ഓർക്കേണ്ട പ്രധാനമായൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നു. യക്ഷിണി സങ്കല്പങ്ങളുള്ള ക്ഷേത്രങ്ങളിൽ അനവധി വഴിപാടുകൾ നിലവിലുണ്ട്. രോഗശാന്തിക്ക് വേണ്ടിയിട്ട് എള്ളെണ്ണ യക്ഷിയമ്മയ്ക്ക് അഭിഷേകം ചെയ്ത് ആ എണ്ണ ശരീരത്തിൽ
തേക്കുകയും അത് അല്പം സേവിക്കുകയും ചെയ്താൽ രോഗശാന്തി ഉണ്ടാവും എന്ന് പറയുന്നു. അതേപോലെ തന്നെ മംഗല്യ തടസ്സങ്ങളുണ്ടെങ്കിൽ അത് മാറുന്നതിലേക്കായിട്ട് യക്ഷിയമ്മയ്ക്ക് പഞ്ചസാര കൊണ്ട് പറ ഇടുകയും തുലാഭാരം നടത്തുകയും ത്രിമധുരം നിവേദിക്കുകയും ചെയ്താൽ മംഗല്യ തടസ്സങ്ങളെല്ലാം മാറുമെന്നും പറയുന്നു. സന്താനങ്ങൾ ഉണ്ടാവാത്തവർക്ക് സന്താനലബ്ധിക്കായിട്ട് യക്ഷിയമ്മയുടെ ക്ഷേത്രത്തിൽ തൊട്ടിൽ കെട്ടുക മുതലായ വഴിപാടുകളും സന്താന യക്ഷിണി മന്ത്രം കൊണ്ടുള്ള അർച്ചനയും പ്രധാനമാണ്. അതേപോലെ തന്നെ ഉദ്ദിഷ്ട കാര്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് യക്ഷിയമ്മയ്ക്ക് പട്ട്, താലി, കരിവള, ചാന്തുകൾ, കുറിക്കൂട്ടുകൾ, മുല്ലപ്പൂ കൊണ്ടുള്ള മാല, പിച്ചകം കൊണ്ടുള്ള മാല ഇതെല്ലാം സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ നമ്മുടെ ഏത് ആവശ്യവും യക്ഷിയമ്മ സാധിച്ചു തരും എന്ന് പറയുന്നു. അതേപോലെ തന്നെ ശത്രുതാ ദോഷ നിവാരണത്തിനായിട്ട് യക്ഷിയമ്മയ്ക്ക് ഗുരുതി കഴിക്കുകയും അത് നമ്മുടെ ഗൃഹങ്ങളിൽ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലൊക്കെ തളിക്കുകയും ഒക്കെ ചെയ്താൽ പലതരത്തിലുള്ള ശത്രുതാദോഷങ്ങൾക്ക് നിവാരണമുണ്ടാകുമെന്നും ശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ പറയുന്നു. അനവധി ആൾക്കാർക്ക് അത് അനുഭവവും ആണ്. പ്രകൃതിയിൽ എന്നാണോ ഈശ്വര സങ്കല്പങ്ങൾ ഉടലെടുത്തത് ആ കാലഘട്ടം മുതൽ തന്നെ ഈ യക്ഷിണിയാരാധന ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കുവാൻ. ഇനി പ്രകൃതി എത്രത്തോളം കാലമുണ്ടോ അത്രത്തോളം കാലവും ഈ യക്ഷിണിയാരാധന ഉണ്ടാവും എന്നുള്ളതിൽ സംശയമില്ല. പ്രകൃതിയോട് ഏറ്റവും ഇണങ്ങി നിൽക്കുന്നതാണ് ഈ യക്ഷിണി എന്ന ദേവതയുടെ ആരാധന. അതിനാൽ തന്നെ ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയും ആയ ഈ യക്ഷിണിയെ ആരാധിക്കുക വഴി നമുക്കേവർക്കും മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാവും. മറ്റ് ഏത് ദേവതമാരെ ആരാധിച്ചാൽ കിട്ടുന്ന അതേ അനുഭവങ്ങൾ തന്നെ, അതേ ഫലങ്ങൾ തന്നെ ഈ യക്ഷിണിയെ ആരാധിച്ചാലും നമുക്ക് ലഭിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. കേരളത്തിൽ പൊതുവെ ഉത്തമമായിരിക്കുന്ന വൃക്ഷച്ചുവടുകളിൽ യക്ഷിണികളെ ആരാധിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. കാഞ്ഞിരത്തിൻ്റെ ചുവട്ടിൽ കാഞ്ഞിരമാല യക്ഷിണി, ഇലഞ്ഞിയുടെ ചുവട്ടിൽ ഇലഞ്ഞിത്തറ യക്ഷിണി, ചെമ്പകമൂട്ടിൽ യക്ഷിണി ചെമ്പകത്തിൻ്റെ ചുവട്ടിൽ, പാലയുടെ ചുവട്ടിൽ പാലമരച്ചുവട്ടിലുള്ള യക്ഷിണി, പനയുടെ മൂട്ടിൽ സാലയക്ഷി, ഇങ്ങനെ അനവധി വൃക്ഷങ്ങളുടെ ചുവടുകളിൽ യക്ഷിണികളെ ആരാധിച്ചിരുന്നു. ഞങ്ങളെ രക്ഷിക്കുക, അതായിരുന്നു യക്ഷിണികളുടെ ധർമ്മമെന്ന് മുമ്പേ പറഞ്ഞു. ഒരു സ്ഥലത്ത് യാഗം അല്ലെങ്കിൽ യജ്ഞം നടന്നു കഴിഞ്ഞാൽ അവിടെ ഉത്തമ വൃക്ഷങ്ങൾ വെച്ചു പിടിപ്പിക്കുന്ന പതിവ് പണ്ടുണ്ടായിരുന്നു. ഉത്തമ വൃക്ഷങ്ങളിൽപ്പെട്ട ഒന്നാണ് പന. ആ പനയോലയിൽ ആയിരുന്നു പണ്ട് വേദം ഒക്കെ രചിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പന പവിത്രമാണ്. ഇത് പനയോല മോഷ്ടിക്കാൻ വരുന്നവരെ ഭീതിപ്പെടുത്തുന്ന യക്ഷിണിയായിട്ടാണ് സാലയക്ഷിണി എന്ന ദേവതയെ പരക്കെ കേരളത്തിൽ ആരാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പനയുടെ ചൂട്ടിലെ യക്ഷിയെ രൗദ്രഭാവത്തിലുള്ള യക്ഷിയായിട്ടാണ് ആരാധിക്കുന്ന പതിവ്. യക്ഷിണി ആരാധനയെക്കുറിച്ചുള്ള സാമാന്യമായ വിവരങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതിലും കൂടുതൽ ശാസ്ത്രീയമായതും അനുഭവവേദ്യമായതുമായ പല കാര്യങ്ങളും നമുക്ക് പിന്നീട് ഒരവസരത്തിൽ പങ്കുവയ്ക്കാം. പ്രകൃതിയിലെ മുഴുവൻ സൗന്ദര്യധാമമായ അനുരാഗിണിയായ ശിവബോധമായ ആ യക്ഷിണി സങ്കല്പത്തിൻ്റെ മുമ്പിൽ ഇതുവരെ
പങ്കുവച്ച ഈ അറിവുകളെല്ലാം തന്നെ സമർപ്പിക്കുന്നു. നമസ്കാരം.